ഗൈസ്, വെൽക്കം ബാക്ക് ടു വേദാസ് വ്ലോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളെ മോളെ ഒരു ദിവസമാണ്. അവൾ രാവിലെ ഉറക്കണിക്കണ തൊട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ വരണ വരെയുള്ള വ്ലോഗാണിന്ന്. അപ്പം നമുക്കിന്ന് അവളെ ചെറിയ കുറുമ്പുകളും കാര്യങ്ങളും ഇന്ന് സ്കൂൾ രാവിലെ എണീപ്പിക്കേണ്ട പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ ഇന്ന് അവിടെ സ്കൂളിൽ വിടുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, മോളെ വിളിച്ചുണർത്താൻ പോവാണ്. ഇന്ന് സ്കൂൾ വിടാണ്ട പരിപാടിയാണ്. ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ നിവർത്തിയില്ലാത്ത മടിയാണ്. അതുകൊണ്ട് ഇവളത് സ്കൂളിൽ വിടാൻ വേണ്ടി ഇന്ന് വിളിച്ചുണർത്താൻ പോവുകയാണ്. അപ്പം കാണിച്ചു തരാം ഗൈസ്. പൊന്നോയ് പൊന്നോ, ഇനി സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? എല്ലാം കേൾക്കുന്നുണ്ട്. വെറുതെ കിടന്നുറങ്ങിയാണ്. ആളാണെന്നറിയാം, വില്ലത്തിയാണ് അവള്. പൊന്നമ്മ പൊന്നമ്മ അച്ഛപ്പം വായിക്കും. ഇങ്ങോട്ട് എണി, ഇടി ഇങ്ങോട്ട് എണിക്ക്. പൊന്നൂസേ പൊന്നൂസേ എണീക്കൂലേ? പൊന്നെണീക്കൂലേ? സ്കൂളിൽ പോണ്ടേ? യോഗ ആന വന്നു. ആനയെ കാണിച്ചേട്ടാ. ആന വന്നു, തുമ്പിക്കൊള്ളു. ആന അവിടെ വന്നിരിക്കുന്നു. എവിടെ പൊന്നുമ്മ? അവിടെ പൊന്നു, സ്കൂളിൽ പോണോ ഇല്ലേ? പറ, സ്കൂളിൽ പോണോ? ഒരു നിവൃത്തിയില്ല ഗൈസ്. ഇവളെ കൊണ്ട് നിവൃത്തിയില്ല. ഇവള് വിളിച്ച രാവിലെ ഇതാണ് പരിപാടി. സ്കൂളിൽ പോകാൻ വിളിച്ച് എണീക്കില്ല. ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ രാവിലെ പിള്ളേരെല്ലാം ക്ലാസ്സിൽ കയറി അവിടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ക്ലാസ്സിൽ കയറുന്നത്. സ്ഥിരം പരിപാടിയാണ്. ഹലോ ഗൈസ്, എണീറ്റ് കേട്ടോ. ചാടി എണീറ്റ് അമ്മയുടെ അടുത്ത് ഒരു ഒറ്റ പോക്കാണ്. കള്ളി പൊന്നമ്മ 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 ഇവിടെ ഒരു ഹായോട്. ഹലോ, വെൽക്കം വേദ വ്ലോഗ്. എങ്ങനെ പതുക്കെ പറയുന്നത്? സൗണ്ട് ഇല്ല. നല്ല സ്പീഡിൽ പറഞ്ഞോട്. ഒന്ന് ഉറച്ചു പറ. വെൽക്കം ബാക്ക് പറയില്ലേ? വീട് മൊത്തം ഇതാണ് ഗ്യാസ്. വീട് പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് പരിപാടി. ഇതാക്കണ്ട ഗ്യാസ്. ഇതൊക്കെയാണ് മോളെ പരിപാടി. വീട് പെയിൻ്റ് അടിക്കാൻ പറ്റൂല. അടിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി ഉണ്ടായി. ഹലോ ഗൈസ്, പറ മോനെ. ഹലോ ഗൈസ്. അത്രയും പറഞ്ഞു കിടന്നു. സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോട്ടെ. ഇന്ന് കള്ളടിച്ച് കിടക്കേണ്ട പരിപാടിയാണ്. സ്കൂളിൽ പോണം. സ്കൂളിൽ പോയി ടീച്ചറിന് മക്കള് സ്റ്റാർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. സ്റ്റാർ മേടിച്ചത് എത്ര സ്റ്റാർ മേടിച്ചു. നീ ഹോംവർക്ക് ചെയ്താ എപ്പ ചെയ്ത്? ഇന്നലെ ഹോംവർക്ക് ഉണ്ടായിരുന്നു, ചെയ്തില്ല ഗൈസ്. ഇന്നലെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ചെയ്തില്ല. പോയിരുന്ന് എഴുത്. 2 ഹോംവർക്ക് ഉണ്ട്. 2 സ്റ്റാർ കിട്ടി. കൊച്ചിന് സ്റ്റാറൊക്കെ കിട്ടി, പക്ഷെ ഹോംവർക്ക് ചെയ്തില്ല. അയ്യയ്യേ, വളരെ മോശമായി പോയി. അയ്യോ, വളരെ മോശം. കണ്ടോ ഗൈസ്, ഇതാണ് ഇവളെ പരിപാടി. മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പൊ ഇന്ന് പോണില്ലേ? പോണോ ഇല്ലേ? പോണെന്ന് പറ. ഞാൻ സ്കൂളിൽ ഞാൻ പോവും. കള്ളി എണീറ്റ് ഗ്യാസ്. മടിച്ചിപ്പാർ ഇത് എണീറ്റിരിക്കൊണ്ട്.
പ്രീ KG ആണെങ്കിലും പിള്ളേർക്ക് എഴുതാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ പഠിച്ചപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് മാർക്കൊക്കെ എടുത്തത് കാണിക്കുകയാണ്. യെസ് കാണിച്ചത് നോക്കട്ടെ എവിടെ ആ സ്റ്റാർ. ഹായ് വെരി ഗുഡ്. സ്റ്റാർ ഗേസ് ഇല്ല ഇല്ല ഒരു സ്റ്റാർ ഇല്ല. ഇതിൽ ഗുഡ് സ്റ്റാർ ഉണ്ട്, 2 സ്റ്റാർ. ഇതിൽ 3 സ്റ്റാർ ഉണ്ട്. ഇതിൽ 3 സ്റ്റാർ ഉണ്ട്. മോൻ പറ സ്റ്റാർ ഉണ്ടെന്ന് പറ. എവിടെ മോൻ പറ സ്റ്റാർ ഉണ്ടെന്ന് പറ. പിന്നമ്മ അത് സ്റ്റാർ ഉണ്ട്. ഇനി വേറെ എവിടെ സ്റ്റാർ ഉണ്ട്? അതിൽ ഗുഡ് സ്റ്റാർ ഉണ്ട്. അത് സ്റ്റാർ ഉണ്ട്. എവിടെ സ്റ്റാർ? ഈ സ്റ്റാർ എഴുതി തരാണ് കുഞ്ഞോ. സ്റ്റാർ എഴുതി തരാണ്. പിന്നെ മോ സ്റ്റാർ എഴുതി തരാണ്. ഇത് സ്റ്റാർ ഉണ്ട്. എല്ലാ സ്റ്റാറും. ഇത് കിട്ടിയില്ല. ഇത് എഴുതിയില്ലല്ലോ മോ സ്റ്റാർ എഴുതിയില്ലല്ലോ ഇതില്. ഇതിൽ ഗുഡ് കിട്ടില്ല മോനോ. ഗുഡ് കിട്ടില്ല. അതെന്ത് ഗുഡ് തരാതെന്ത്? കിട്ടിയ ഗുഡ് കിട്ടിയാ? ഗുഡ്. ഹായ് അത് കൊള്ളാം. മോൾ അത് ഗുഡ് കിട്ടി. എഫ് ഇതാര് കളർ ചെയ്ത മോനെ കളർ ചെയ്ത? ഇതാര് കളർ ചെയ്ത മോനോ? മോൻ കളർ ചെയ്താണ്. മോൻ ഒറ്റയ്ക്ക് ചെയ്തതാണോ? തീർന്നാ? മോൻ പടമൊക്കെ വരയ്ക്കോട്ടോ പൊന്നോ? മോൻ പടമൊക്കെ വരയ്ക്കോ? തീർന്നില്ലേ? ഇനിയും ഉണ്ടോ? അത് മോൻ വരച്ചതാണോ? എവിടെ നോട്ട്? മോൻ വരച്ച വിളിച്ച് കാണിക്ക്. മോൻ കാണിക്ക്. ഹായ് ഗൈസ്, ഞാൻ വരച്ചത് കാണിക്ക്. ഞാൻ വരച്ച് വെരി ഗുഡ്. അതിൽ കളർ അടിച്ചു. വെരി ഗുഡ് കിട്ടിയടാ. അതിൽ വെരി ഗുഡ് സ്റ്റാർ കിട്ടി. കൊച്ചു സ്റ്റാർ കിട്ടിയാടാ പൊന്നോ. കിട്ടിയില്ലേ? അതെന്ത് ക്ലിയറായിട്ട് വരച്ചില്ലേ? അവിടെ എത്തിയില്ല. സ്റ്റോപ്പി. അവിടെ വരച്ച അത് എന്ത് നോക്കളെ? ഒന്നുകൂടെ പറഞ്ഞോ. ആപ്പിൾ. ഗുഡ് ഗേൾ. അറിയോ? അപ്പോൾ ഗൈസ് അവൾ പല്ല് തേക്കാൻ ഇറങ്ങി. അച്ഛനാണ് പല്ല് തേച്ച് കൊടുക്കണത്. ഞാൻ പല്ല് തേച്ച് കൊടുക്കണ്ട. അവൾ സ്വന്തമായിട്ടും തേക്കണില്ല, അച്ഛൻ തേച്ച് കൊടുക്കണം. അങ്ങനെ പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞു. അച്ഛനാണ് കാപ്പി കൊടുക്കണേ. എന്നെ കൊണ്ട് കൊടുക്കാൻ സമ്മതിച്ചില്ല. അച്ഛനാണ് കാപ്പി കൊടുക്കുന്നത്. ഫോണിൽ നോക്കിയാണ് കാപ്പി കുടിക്കണത്. എപ്പോഴും ഫോൺ വേണം. ഫോണില്ലാതെ കഴിക്കൂല, കുടിക്കൂല, കുളിക്കൂല.
ഇതവൾക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കുന്നതിന്. ഉച്ചത്തേക്ക് ദോശയും കറിയാണ് കൊടുക്കുന്നത്. അവൾ ദോശയെ കഴിക്കുള്ളൂ, ചോറ് കഴിക്കത്തില്ല. അപ്പം ദോശയും കറിയും. പിന്നെ 3 മണിക്ക് കഴിക്കാനുള്ള സ്നാക്സ് ചിപ്സാണ്. 10 മണിക്ക് പക്കാവടയും. അവൾക്ക് ഇഷ്ടമുള്ള 2 സാധനമാണിത്, അതേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അത് കൊടുത്തു വിടുന്നത്. എല്ലാം ഒരു ചിട്ടയുണ്ട്, ഇതേ കഴിക്കൂ, ഇതേ കൊണ്ടുപോകുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവൾക്കുള്ള ടിഫിൻ ബോക്സ് റെഡിയാക്കി ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞങ്ങൾക്ക് അവൾ ഡ്രസ്സൊക്കെ ഇട്ട് തലയൊന്നും കെട്ടിയില്ല, തല കെട്ടി കൊടുക്കുകയാണ്. റെഡിയായിട്ട് നിൽക്കണ്ട. തല കെട്ടുമ്പോഴും ഫോൺ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഫോൺ വേണം, ഫോണില്ലാതെ പറ്റില്ല. ഒരുക്കാനാണെങ്കിൽ പാടാണ്, നിൽക്കത്തേ ഇല്ല. അത് ഫോണുള്ളതുകൊണ്ട് നിൽക്കുക, അല്ലാതെ അവൾ നിൽക്കത്തേ ഇല്ല. ലിപ്സ്റ്റിക്ക് വരയ്ക്കണം, എല്ലാം സെറ്റ് ചെയ്യണം, അല്ലാതെ അവൾ പോവേ ഇല്ല. ഇറങ്ങുമ്പോഴേ ചോദിക്കും ചുണ്ടി തേച്ചില്ല, അങ്ങനെ ചോദിക്കുന്നത്. അതിനെല്ലാം സെറ്റ് ചെയ്ത് അവളെ ഒരുക്കി. നല്ല താമസിച്ച് 9:30 കഴിഞ്ഞു. അപ്പം ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്തോ അറിയത്തില്ല. ഫോണിൽ നോക്കണുണ്ടോ? ഒരു കണ്ണ് ഫോണിൽ, ശ്രദ്ധിക്കുന്നേ ഇല്ല. കൈ കെട്ടുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഫോണിലാണ് നോട്ടം ഫുള്ളും. കണ്ണെടുക്കുന്നേ ഇല്ല, കണ്ണെടുക്കാതെ നോക്കിയിരിക്കേ. അച്ഛ ഓട്ടിക്കും വണ്ടി. അപ്പോൾ അവൾ സ്കൂളിൽ പോകാൻ ഇറങ്ങി. അച്ഛമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ടോ? അച്ഛമ്മയ്ക്ക് ഉമ്മ കൊടുത്തില്ല. അച്ഛമ്മയ്ക്ക് ഉമ്മ കൊടുത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങാ. അച്ഛമ്മ എവിടെ പോണേ? ചൂലി പോണാ? ചൂലി പോയിട്ട് നല്ലപോലെ പഠിച്ചോ? ഞാൻ ചൂലി പോണ് ഗൈസ്. ഇല്ലേ താമസിച്ചു പോയി. രാവിലെ ഉറക്കഴിക്കാൻ താമസിച്ചു. മടി പിടിച്ച് കിടന്നോണ്ടല്ലേ. കള്ളി രാവിലെ പോവാതിരിക്കാൻ വേണ്ടി മടി പിടിച്ച് കിടന്ന് കഴിച്ചു. ആര്? വീട് വെച്ചടാ. ഹായ് ഗേസ്, നമ്മൾ സ്കൂൾ ഏകദേശം എത്താറായി. എത്തിയടാ ബുധു? എത്തിയില്ലേ? സ്കൂളെത്താറായി. സ്കൂളെത്തിയോ ഇല്ലയോ? എത്തിയില്ല. ഇനിയും ഉണ്ടല്ലേ? ഇനിയും പോകാനുണ്ട്. മോൻ പാപ്പ എടുത്തു, പാപ്പം കഴിച്ചു. വേറെ എന്തൊക്കെ കഴിച്ചു? ദോശ കഴിച്ചാടാ. പിന്നെ ചമ്മന്തി വെച്ചാ. ഇന്ന് നല്ലപോലെ പഠിക്കുവോ? ടീച്ചറെ കൊണ്ട് കുട്ടി പറയിപ്പിക്കുവോ? അതില്ല. അങ്ങനെ വേദയുടെ സ്കൂളെത്താറായി ഗേസ്. സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അല്ല പിന്നെ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളെത്താറായി. ടീച്ചർ വഴക്ക് പറയാമെന്ന് എനിക്ക് അറിഞ്ഞു. വഴക്കല്ല, നീ കേട്ടോണ്ട. അച്ഛനെ കുറ്റം പറയരുത്. അച്ഛനെ കുറ്റം പറയരുത്. എത്തി അച്ഛനെ കുറ്റം പറയരുത് കേട്ടാ. എല്ലാവരും വന്നു. സ്കൂളിലെല്ലാവരും വന്നു. നീ മാത്രമാണ് താമസിച്ചു വന്നത്. സ്കൂളെത്തി. ഓക്കെ.
ഹായ് നമ്മൾ മോളെ വിളിക്കാൻ പോവുകയാണ്. മോളെ വിളിച്ചിട്ട് മോളെ വിളിച്ചിട്ട് വരട്ടെ. സമയം പോവാം. ബാഗ് എടുത്തോ കുഞ്ഞ് ബാഗ് എടുത്തോ. വണ്ടി വരും. ടീച്ചറിനെ ടാറ്റ പറ. പൊന്നോ നില്ല്. മോളെ കോല കണ്ട, രാവിലെ പോയ കോലവും ഇപ്പം വന്ന കോലവും പൊളിയല്ലേ? ഈ മോള് പൊളിയല്ലേ? ആ ചെരുപ്പിട്ടത് മോളെ ചെരുപ്പിട്ട ഇപ്പം ഇങ്ങനെയാണ്. ഡിസ്കോ മോളിലാണ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ സപ്പോർട്ട് തരിക. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം നമ്മൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഈ തുടക്കം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് അറിവില്ലായ്മയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.